സാർ ഓരോ ചോദ്യത്തിനും എത്ര ലൈൻ എഴുതണം, എത്ര പേജ് എഴുതണം എന്ന് പല കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമാണ് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഓരോ മാർക്കിനും എത്ര ലൈൻ എഴുതണം, അല്ലെങ്കിൽ എത്ര പേജ് എഴുതണം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോ ആൾക്കാർ ഹാൻഡ് റൈറ്റിംഗ് വേറെ വേറെ രീതിയിലായിരിക്കും. ചിലർ നല്ല ചക്ക പോലെ എഴുതും, ചിലർ ഭയങ്കര ചെറുതായിട്ടാണ് എഴുതുക. അപ്പോൾ നമുക്ക് ലൈനിൻ്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറിപ്പോകും. അതുകൊണ്ട് കൃത്യം വേർഡ്സിൻ്റെ കണക്ക് പറയാം. ഇത് കൃത്യമായിട്ടുള്ളൊരു കണക്കൊന്നുമല്ല. നമ്മൾ മുൻ പരീക്ഷാ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ എല്ലാ പരീക്ഷാ പേപ്പറിലും എന്താണ് കൃത്യമായിട്ട് കൊടുക്കില്ല. ഈ 8 മാർക്കിന് ചോദ്യം ഇത്ര വേർഡ്സ് എഴുതാന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ല. പക്ഷേ നമ്മൾ ചില മോഡൽ എക്സാംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ +1 ഇംഗ്ലീഷിന് തന്നെ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് അവസാനം കൊടുത്തിരിക്കുന്നത് 2021 മോഡൽ എക്സാമിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ടാണ്, അതായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇത് കൃത്യമായിട്ടുള്ള കണക്കൊന്നുമല്ല. ഇതിൻ്റെ മുകളിലേക്കും താഴേക്കും കുറച്ച് പോയായിരുന്നു ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്ന കാര്യം മനസ്സിലാക്കുക. അൺലെസ് നിങ്ങളുടെ പേപ്പറിൽ, നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ പേപ്പറിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്, എത്ര വേർഡ്സ് എഴുതണം, 80 to 60 വേർഡ്സ് എഴുതണം, അല്ലെങ്കിൽ 40 to 60 വേർഡ്സ് എഴുതണം എന്ന് അവർ പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്തോളാം. അതല്ല എങ്കിൽ മിക്ക സമയത്ത് കൊടുക്കില്ല, ഈ വർഷം കൊടുക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്? വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് കാര്യങ്ങൾ. 4 മാർക്കിൻ്റെ ആണെങ്കിൽ ഒരു 60 വേർഡ്സ് എങ്കിലും എഴുതുക. ഇതൊരു മിനിമം ലിമിറ്റ് എന്നുള്ള രീതി പിടിച്ചാൽ മതി. ആ 60 വേർഡ്സ് 50 ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് 40 ആണെങ്കിൽ കുഴപ്പമാണ്, 30 ആണെങ്കിലും കുഴപ്പമാണ്. 60 സാർ 70 ആണെങ്കിൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. 75 ആണെങ്കിൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. 80 ആണെങ്കിലോ? 80 ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണം. ആ സമയം നിങ്ങൾക്ക് ഇത് എഴുതാൻ വേണ്ടി ചിലവഴിക്കാം. ബാക്കിയുള്ള ആൻസേഴ്സ് എഴുതണ്ടേ? ഇത് മാത്രം എഴുതിക്കൊണ്ടിരുന്നാൽ മതിയോ? പോരാ. അപ്പോൾ 80 ഒന്നും ആവശ്യമില്ല. 60 എന്ന് പറഞ്ഞാൽ 60, 70 മതി. ഓക്കെ, 6 മാർക്കിനാണ് 100 നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 8 മാർക്കിൻ്റെ 8 മാർക്കിനാണ് 140. ഈ രീതിയിലാണ്. ഇതെല്ലാം പോയോ? മനസ്സിലായില്ലേ? അത് നിങ്ങൾ ഈ 140 എന്നുള്ള വേർഡ്സിൻ്റെ രീതിയിലാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. സാർ ഈ വേർഡ്സിൻ്റെ കണക്കാണ് ഞാൻ എങ്ങനെയാണ് ഇത് എഴുതി വെക്കുക ആൻസർ? കാരണം എനിക്ക് എത്ര ലൈൻ എഴുതാണ്ട്, ഓരോ വേർഡും കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? വളരെ സിമ്പിളാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് പോലത്തെ പേപ്പർ ഉണ്ടാവില്ലേ, നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ എന്തെങ്കിലും പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു 2-3 ലൈൻ ഒന്ന് എഴുതി നോക്കുക നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുന്ന ഹാൻഡ് റൈറ്റിങ്ങിൽ. എന്നിട്ട് അതിൽ ഓരോരോ ലൈനിലെ വേർഡ്സ് കൗണ്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ആവറേജ് എടുത്താൽ മതി. ഒരു ലൈനിൽ നിങ്ങൾ എത്ര വേർഡ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എത്ര പെർ ലൈൻ എത്ര വേർഡ്സ് വരുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രാപോളേറ്റ് ചെയ്യാം. അപ്പോൾ പെർ ലൈൻ നിങ്ങളുടെ 10 വേർഡ്സ് ആണ് വരുന്നതെങ്കിൽ 60 വേർഡ്സ് എഴുതാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ മിനിമം 6 ലൈൻസ് എഴുതേണ്ടി വരും. മനസ്സിലല്ലേ? 6 ലൈൻസ് എഴുതണം. അത് നിങ്ങൾ 7, 8 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മിനിമം 6 ലൈൻസ് എങ്കിലും എഴുതേണ്ടി വരും. 100 ആണെങ്കിൽ മിനിമം 10 ലൈൻ എഴുതുന്നുണ്ട്. അത് നിങ്ങൾ 11, 12, 13 ആക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ടൈം മാനേജ്മെന്റ് ആണ് അവിടെ കീ. ടൈം മാനേജ്മെന്റ് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടോ അറിയില്ല. അത് നിങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ടൈമാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, വേർഡ്സ് അല്ല. പക്ഷേ വേർഡ്സ് മിനിമം എത്ര വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് 14 ലൈൻ വേണ്ടി ഒരു മിനിമം. അത് നിങ്ങൾ 16, 17, 18 ആക്കിയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വിത്തിൻ ദ ടൈം ലിമിറ്റ് ആയിരിക്കണം. കാരണം ടൈം നമുക്ക് വിഷയമാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓവർ 140 വേണ്ടിയിട്ട് നിങ്ങൾ 3 പേജ് എഴുതി വെച്ചിട്ടോ 2 പേജ് എഴുതിച്ചിട്ടോ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നാണ് സത്യം. ഓക്കെ, റെഡി? അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ പേപ്പർ സാർ എൻ്റെ അടുത്ത് ഇല്ലെങ്കിലോ ഒന്നുമില്ല. നിങ്ങൾ പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾ 4 മാർക്കിൻ്റെ ഫസ്റ്റ് ചോദ്യം എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യത്തെ 2 ലൈൻ നോക്കുക. ഓക്കെ, എത്ര വേർഡ്സ് വന്നിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടുമല്ലോ. ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, പേപ്പറിൽ എഴുതി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. 2 ലൈൻ എഴുതുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. ഫുള്ളായിട്ട് എഴുതുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. ആ രീതിയിൽ പിടിച്ചാൽ മതി. ക്ലിയർ ആണ്? ഇത്രേ ഉള്ളൂ. പിന്നെ എഴുതുമ്പോൾ പറ്റുമെങ്കിൽ കുറച്ച് വലുതായിട്ട് എഴുതിക്കോ. മൊത്തത്തിൽ നോക്കുമ്പോഴാണ് കുറച്ചുകൂടി കണ്ടന്റ് ഉള്ളതുപോലെ തോന്നും. പക്ഷെ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, കാരണം ടീച്ചർ നോക്കാൻ പോകുന്നത് നിങ്ങൾ എത്ര വാക്കുകൾ എഴുതിയെന്നോ എത്ര ലൈൻ എഴുതിയെന്നോ അല്ല, അതിൽ എന്ത് എഴുതി എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, കണ്ടന്റ് ഉള്ള ആൻസർ ആണെങ്കിൽ നിങ്ങൾ ഇതിന് താഴെ പോരുത്. പക്ഷേ ഭയങ്കരമായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക. ടീച്ചറിനെ അറിയേണ്ടത് നിങ്ങൾക്ക് എത്ര വാക്കുകൾ കുത്തിക്കയറ്റാൻ പറ്റുന്നല്ല. ടീച്ചറിനെ അറിയേണ്ടത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചോ, ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ, റൈറ്റിംഗ് സെക്ഷനിൽ ഓരോ അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയോ, ആ ഫോർമാറ്റിലേക്ക് ഈ ഐഡിയാസ് പകർത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? ഇത്രയും കാര്യങ്ങൾ ടീച്ചറിന് അറിയേണ്ട ആവശ്യമുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഓവർ എഴുതുന്നതിനല്ല മാർക്ക് കിട്ടുന്നുള്ള ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുക. ഓക്കെ, അത് മനസ്സിലാക്കി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു വേർഡ്സിൻ്റെ കൗണ്ട് മനസ്സിലാക്കി വിചാരിക്കുന്നു. ഇത് ലൈനിലേക്ക് ആക്കണം എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അത്രേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും ഇടാം. നമുക്കിനി ലൈവിൽ കാണാം. ബൈ ബൈ.